ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്കിന്ന് പോയം നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൻ്റെ ആസ്വാദന ടിപ്പണിയിലേക്ക് നോക്കുക. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ അതിൻ്റെ പോയത്തിൻ്റെ അറിയാമല്ലോ. എഴുതിയത് കുംവർ നാരായണനാണ്. ആത്മിക ചേഹര എന്ന പോയമാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. കവിതാക്ക് ആസ്വാദന ടിപ്പണി. ആൻസർ നോക്കുക. ശ്രീ കുംവർ നാരായൺ കി കവിത. ശ്രീ കുംവർ നാരായണൻ്റെ കവിതയാണ് ഏതാ? ആത്മിക ചേഹര. नेक्स्ट है भौतिक श्रम की तरह മാനസിക ശ്രമം കോ മഹത്വ ഹേ. ഭൗതിക ശ്രമത്തെ പോലെ തന്നെ ശാരീരിക ശ്രമത്തിനും അതിൻ്റേതായ മഹത്വം ഉണ്ട്. കിസി ഫി കാം കാ മഹത്വ കാം കർനെ വാലെ കി ഈമാൻദാരി പർ നിർഭർ ഹേ. ഈമാൻദാരി വിശ്വസ്തത, നിർഭർ ആശ്രയിക്കുക, കാമേ ജോലി. കിസി ഫി കാം എന്ന് വെച്ചാൽ ഏതൊരു ജോലിയുടെ മഹത്വവും കാം കർനെ വാല ജോലി ചെയ്യുന്ന ആളുടെ വിശ്വസ്തതയിൽ ആശ്രയിച്ചിരിക്കുന്നു. കവി കൂലി കോ പുക്കാർത്ത. പുക്കാർന വിളിക്കുക. കവി കൂലിയെ വിളിച്ചു. ഏക് ആദ്മി ആക്കർ ഖട. ഒരു വ്യക്തി വന്ന് നിന്നു. और सामान लेकर आगे चलने लगा. സാധനങ്ങൾ എടുത്തുകൊണ്ട് ആകെ ചെല്ലാൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കവിനെ കൂലി സെ 10 കദം പീച്ചെ ചലത്തെ ഹായം. കവി കൂലിയേക്കാൾ 10 അടി പീച്ചെ പിറകിലാണ് നടന്നത്. അയാൾ 10 അടി മുന്നെയാണ് കൂലി നടന്നത്. അതിൻ്റെ പിറകിലാണ് അദ്ദേഹം നടക്കുന്നത്. ഹർ യാത്രാമേ ഐസേ ക്രം ഹോത്താ ഥാ. ഓരോ യാത്രകളിലും ഈ ഒരു ക്രമം തന്നെ ആയിരുന്നു. കഫി കൂലിക്ക് ചേഹരെ നഹീം പഹച്ചാൻ തേ. കവി ഒരിക്കലും, കഫി എന്ന് വെച്ചാൽ ഒരിക്കലും, കൂലിയുടെ ചേഹര മുഖം നഹീം പഹച്ചാൻ തേ തിരിച്ചറിഞ്ഞില്ല. കൂലിയുടെ മുഖം നമ്മുടെ കവിക്ക് അറിയില്ല മുഖം ഏതാണ്. ഓക്കെ. ഉസ്കെ കുർത്തെ എന്ന് വെച്ചാൽ ഷർട്ട്. ഉസ്കെ കുർത്തെ പരെ ടാങ്ക നമ്പർ പഹച്ചാൻ ദധ. അദ്ദേഹത്തിൻ്റെ ഷർട്ടിലെ ടാങ്കിനകത്ത് തൂക്കിയിട്ടിരിക്കുന്ന ആ നമ്പർ മാത്രമേ കവിക്ക് പഹച്ചാൻ ദ ഓർമ്മയുള്ളൂ. അബ് പഹലി ബാർ അപ്പന സാമാൻ ഖുദ് ഉഡാനെ കാ അവസർ മില. അബ് ഇപ്പോൾ പഹലി ബാർ ആദ്യമായി അദ്ദേഹത്തിന് സ്വന്തം സാധനങ്ങൾ ചുമക്കാനുള്ള അവസരം കിട്ടി. ഇസേ കാമുക്ക പ്രയാസം സമച്ചത. അപ്പോഴാണ് ആ ജോലിയുടെ പ്രയാസം സമച്ചത മനസ്സിലാവുകയും ചെയ്തത്. കവി കാ സന്ദേശേ മനുഷ്യക്ക് ചാഹേ വഹ് കൂലി ഹോ ചാഹേ ബഡെ അഫ്സറെ മനുഷ്യക്ക് രൂപേ പകച്ചാൻ താ. കവിയുടെ സന്ദേശം ഇതാണ്. ഇതിലൂടെ മനുഷ്യക്ക് ചാഹേ, മനുഷ്യൻ ആഗ്രഹിച്ചാൽ വഹ് കൂലി ഹോ, അവൻ കൂലിയാണെങ്കിലും, ചാഹേ ബഡ അഫ്സർ ഹേ, വലിയ ഓഫീസേഴ്സ് ആണെങ്കിൽ, അഫ്സർ എന്ന് വെച്ചാൽ ഓഫീസർ എന്ന വാക്കാണ്. കൂലിയാണെങ്കിലും വലിയ ഓഫീസറാണെങ്കിലും മനുഷ്യക്ക് രൂപ പഹച്ചാൻ താ, മനുഷ്യനെ പോലെ തിരിച്ചറിയുകയും ചെയ്യണം. വലിയ ആൾക്കാരാണെങ്കിലും ചെറിയവരാണെങ്കിലും. മനുഷ്യക്ക് ബീച്ചെ കൊയ് ഊഞ്ച യാ നീച്ച നഹിഹേ. മനുഷ്യൻ്റെ ഇടയിൽ ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ ഇല്ല എന്നാണ് കവി പറയുന്നത്. ഓക്കെ, പാഠഭാഗം മനസ്സിലായി കാണുമല്ലോ. പഠിച്ചുകൊണ്ട് വേണം പോകാൻ. കേട്ടോ, അപ്രിസിയേഷൻ ചോദിക്കാൻ കൊള്ളാം. 1 വേർഡ് ഇതിനകത്ത് ഉണ്ട്. ദയവായി മാർക്കിംഗ് ചെയ്തിരിക്കുന്നതെല്ലാം 1 വേർഡാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ശരിയാണ്.